ദന്തപാലയെക്കുറിച്ചാണ്. ദന്തപാല തൈലം, സോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും പുതിയതുമായിട്ടുള്ള ഒരുപാട് വിവരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇത് കാണുന്നതാണ് ദന്തപാല. റൈഷ്യ ടിങ്ടോറിയ എന്നാണ് ശാസ്ത്രീയമായ പേര്. സോറിയാസിസ് പോലെയുള്ള ചർമ്മരോഗത്തിന് ഇതിനേക്കാൾ നല്ല പരിഹാരം സിദ്ധിയിൽ പറയുന്നില്ല. കൂടാതെ ചർമ്മരോഗ ചികിത്സയിൽ ദന്തപാലയ്ക്ക് സവിശേഷമായ സ്ഥാനമാണുള്ളത്. ദന്തപാല തൈലം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വിധിപ്രകാരമാണെങ്കിൽ കറയോടുകൂടി നുള്ളിയെടുക്കുന്ന ഇലയും അതേ അളവിലുള്ള ശുദ്ധമായ വെളിച്ചെണ്ണയുമാണ് പ്രധാന ചേരുവകൾ. 7 ദിവസത്തെ വെയിലിൽ വെച്ച ശേഷം എടുക്കുന്ന എണ്ണ വൃത്തിയുള്ള തുണിയിൽ അരിച്ചെടുത്താൽ തൈലം റെഡിയാകും. 7 ദിവസം തുടർച്ചയായി വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദന്തപാല തൈലം വിധിപ്രകാരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറുമ്പോൾ ഡെയിലി ഉണ്ടാകുന്ന മാറ്റം എണ്ണയുടെ ഗുണത്തെ വ്യത്യാസപ്പെടുത്താൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം, കാലാവസ്ഥ നോക്കി വേണം ദന്തപാല തൈലം തയ്യാറാക്കുവാൻ. തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, താരൻ, മുടി കൊഴിച്ചിൽ എന്നിവയ്ക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ദന്തപാല കൊണ്ടുണ്ടാക്കുന്ന തൈലം.